അപ്പോൾ നമ്മുടെ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക് ഈ ജൂൺ 15 മുതൽ ജൂൺ 17 വരെയുള്ള ദിവസങ്ങളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടതുണ്ട്. ഇതിൽ കുറേ അധികം ഡൗട്ടുകൾ നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഓരോ ഡൗട്ടുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളുകൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻ ഫീസ് അടച്ച ശേഷം വേണ്ട രേഖകളെല്ലാം കൃത്യമായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സ്ഥിര പ്രവേശനം നേടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളുകളല്ല അലോട്ട്മെൻറ്റിൽ കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായിട്ടുള്ള അഡ്മിഷൻ എടുക്കണം. അപ്പം അതായത് ചില കുട്ടികളെങ്കിലും ഞാൻ ഉദ്ദേശിച്ച സ്കൂളല്ല എനിക്ക് കിട്ടിയതെന്ന് വിചാരിച്ച് അഡ്മിഷൻ എടുക്കാൻ പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഇപ്പോൾ സ്ഥിരമായോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളുകളിൽ നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും അവിടെ അഡ്മിഷൻ എടുത്തിടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്നതിന് ഫീസോ കാര്യങ്ങളോ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളുകളിൽ പോയിട്ട് വേണ്ട രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ താൽക്കാലിക അഡ്മിഷനാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ വീണ്ടും പരിഗണിക്കും. അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും അഡ്മിഷൻ എടുത്തിടുക എന്നൊരു കാര്യം ശ്രദ്ധിക്കണം. ഇനി അലോട്ട്മെൻറ്റിലൊന്നും വന്നിട്ടില്ല എന്ന് ടെൻഷൻ അടിക്കുന്ന കുറച്ച് കുട്ടികൾ കാണും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമുക്ക് ഇപ്പം ആദ്യത്തെ അലോട്ട്മെൻറ്റ് മാത്രമാണ് കഴിഞ്ഞത്. അതിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നമുക്ക് അവിടെ അലോട്ട്മെൻറ്റിൽ നമ്മൾ കാണുകയുള്ളൂ. ബട്ട് ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ വരാനായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്ന എല്ലാ കുട്ടികളും പോയിട്ട് അവിടെ സ്ഥിരമായി അഡ്മിഷൻ എടുക്കില്ല. കുറേ അധികം കുട്ടികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അവർക്ക് സ്കൂളുകൾ മാറേണ്ട ആവശ്യം കാണും, ഓപ്ഷനുകൾ മാറേണ്ട ആവശ്യം കാണും. അപ്പോൾ അതനുസരിച്ചുള്ള സീറ്റുകളും വേക്കൻസികളും വീണ്ടും വരും. അപ്പം നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും ഒക്കെ വരാനുണ്ട്. അപ്പം അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം അലോട്ട്മെൻറ്റിൽ വരാത്ത കുട്ടികൾക്ക് അതിൽ അലോട്ട്മെൻറ്റിൽ കയറി വരും എന്നൊരു കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പം നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ കാണണം. പിന്നീട് നിങ്ങൾക്ക് SSLC ബുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കാണും. അപ്പോൾ SSLC മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ദെൻ TC ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓർ EWS സർട്ടിഫിക്കറ്റ് അതും നിങ്ങളുടെ കയ്യിൽ കാണും. ഇതോടൊപ്പം തന്നെ ഇപ്പോൾ സ്പോർട്സിനുണ്ടായിരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടായിരുന്ന കുട്ടികൾ, NSSനുണ്ടായിരുന്ന കുട്ടികൾ, NCCക്ക് ഉണ്ടായിരുന്ന കുട്ടികൾ, അപ്പം ഇങ്ങനെ വരുന്ന നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടാനിടയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും ഒക്കെ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം ഇത്രയും ഡേറ്റാസുമായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ ചെന്നിട്ട് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജൂൺ 15 മുതൽ ജൂൺ 17 വരെയുള്ള ദിവസങ്ങൾ, ആ ഒരു ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ തന്നെ അഡ്മിഷൻ എടുക്കുക. ഈ രേഖകളുമായിട്ട് നിങ്ങൾ സ്കൂളുകളിലേക്ക് എത്തുക. ആൻഡ് ദെൻ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക. ഇനി കിട്ടാത്ത കുട്ടികൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് +1 അഡ്മിഷൻ എടുത്താൽ നമുക്ക് പുതിയൊരു തുടക്കം നമുക്കാകാം. അപ്പം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.